ഹലോ, എല്ലാവർക്കും നമസ്കാരം. മുനമ്പം നിവാസികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, സമരമൊക്കെ നിർത്തിയിട്ട് വല്ലോ മീൻ പിടിക്കാനോ പണിക്കോ പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങളിനി സമരം നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളെ ആരും ഇറക്കി വിടിയല്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയില്ല. കാരണം നിങ്ങളെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? LDF സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. UDF സപ്പോർട്ട് ചെയ്യുമില്ല. നിങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാർ അവർ സപ്പോർട്ട് ചെയ്യുമോ? അവർ വന്ന് പറയുന്നത് എന്തുവാ? പലരും ഇവിടെ കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു, മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല. അതുകൊണ്ട് ഇനി BJP ഇനി അങ്ങോട്ട് വരികയില്ല. BJPയുടെ ഒരു വ്യക്തി പോലും ഇനി മുനമ്പം നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് BJPക്കാരും ഇനി വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സമരം നിർത്തുക, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോവുക, കുടുംബം നോക്കുക. അതേ ഉള്ളൂ ഇനി പോകാൻ വേണ്ടി. ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ അസുഖം വന്നു, അല്ലെങ്കിൽ പിള്ളേരെ കെട്ടിക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ 610 കുടുംബങ്ങളില്ലേ, 610 കുടുംബങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക. അതേ ഇനി മാർഗമുള്ളൂ. ആർക്കെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 610 കുടുംബങ്ങളും കൂടി സഹകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുക. ആർക്കെങ്കിലും വിവാഹം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹകരിച്ച് നടത്തി കൊടുക്കുക. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൂട്ടായ്മയോട് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷം. നിങ്ങളെ ആരും കൂടി ഉറപ്പിക്കുകയില്ല. ഇനി സ്വന്തമായിട്ട് വിൽക്കാനും പറ്റിയല്ല, അല്ല ക്രയവിക്രയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയല്ല. അത് വേണ്ട. കുറച്ച് നാൾ ജീവിച്ചു കഴിയുമ്പോൾ നിങ്ങളതങ്ങ് യൂസ്ഡായിക്കോളും. വാടക കിടക്കുന്ന പോലെ അങ്ങ് കിടക്കാം. പക്ഷെ വാടക കിടക്കുന്നതിലും ഭേദമാണ് കേട്ടോ. വാടക കിടക്കുവാണെങ്കിൽ വാടക കൊടുക്കണ്ടേ? ഇപ്പം നമുക്ക് വാടകയൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാം, താമസിക്കാം. നികുതി അടച്ചില്ലേലും വേണ്ട. അടയ്ക്കാൻ പറ്റുമോ അടയ്ക്കാം, അടച്ചില്ല അവിടെ കിടന്നോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് താമസിക്കാം, നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ആ സാഹചര്യമായിട്ട് ഇനി പൊരുത്തപ്പെടുകയല്ലാതെ നിങ്ങളിനി സമരം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി അമെൻമെൻറ്റ് വരുവാന്ന് വെച്ചു. ഭേദഗതി നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ ദയവായിട്ട് കണ്ടുകൊണ്ട് ഇനി ഭേദഗതി വരും, നരേന്ദ്രമോദി രക്ഷിക്കും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി ഡൽഹിയിലിരിക്കുക. നിങ്ങളാദ്യം നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാ? പിണറായി അല്ലേ? അല്ല നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനല്ലേ? അവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. പിണറായിക്ക് സ്ട്രോങ് ആയിട്ട് വഖഫ് ബോർഡിനോട് പറയാമല്ലോ, നിങ്ങൾ ഈ ക്ലെയിം പിൻവലിക്കണം. അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ചാർജ് ആരാ? അബ്ദുൾ റഹ്മാൻ. അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാമല്ലോ. ആർജത്തോട് പറയാം, ക്ലെയിം പിൻവലിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് പിണറായിക്ക് ആർജത്തോടെ കാരണം പിണറായി 72 സീറ്റും UDF 68 സീറ്റിലല്ലല്ലോ നിൽക്കുന്നത്. 99 സീറ്റിൻ്റെ ഭൂരിപക്ഷമല്ലേ. പിന്നെ ആരെ പേടിക്കാനാണ്? ആർജവം ഉണ്ടെങ്കിൽ ചെയ്യാം. അത് അടയ്ക്കേണ്ട ഏതൊരു സംസ്ഥാനത്ത് വഖഫ് ബോർഡ് പിരിച്ചു വിട്ടില്ലേ, അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ VD സതീശനെ ആർജവത്തോടെ കുഞ്ഞാലിക്കുട്ടിയോട് പറയാം. കുഞ്ഞാലിക്കുട്ടിയല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാവ്. ഇത് ശരിയാകില്ല, ആ ക്ലെയിം പിൻവലിക്കണമെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യും. പക്ഷെ ഇവരൊന്നും പറയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിനി ഡൽഹി കിടക്കുന്ന മോദി വരും, മോദി വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. മോദി അവിടെ BJP ഭരിക്കുന്ന ആളുകളുടെ കാര്യം അവർ നോക്കും. വഖഫ് ക്ലെയിം ചെയ്താലും അവർ പിടിച്ചെടുക്കാത്തില്ല, അത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് പിണറായി ഉണ്ടല്ലോ, പിണറായിയോട് പറയാം. മുഖ്യമന്ത്രിക്ക് ആർജവുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം. അത് ചെയ്യല. രാഹുൽ പറയുന്നതനുസരിച്ച് തലം കുത്തി നിൽക്കാൻ പറഞ്ഞാൽ തലം കുത്തി നിൽക്കും, ഒച്ച വെക്കാൻ പറഞ്ഞാൽ ഒച്ച വെക്കും, ബഹളം വെക്കും. അത്രയേ ഉള്ളൂ. കാരണം ഒരു സബ്ജക്റ്റ് അത് ആധികാരികമായിട്ട് പഠിച്ച് അത് അവതരിപ്പിച്ച് സംസാരിക്കാനുള്ള കഴിവിടെയുള്ള ആർക്കും കൊണ്ട് 1-2 പേർക്കുണ്ട്. ഈയിടെ ഒരു വീഡിയോ ഉണ്ട്, റഹിമി അവിടെ ഇരുന്നിട്ട് ഇന്ത്യ ഈസ് എ ലാർജ് കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഓൺലി ബട്ട്സ് ഓൾസോ അണ്ടർ ദ വണ്ടർഫുൾ കൺട്രോൾ ഓഫ് ഗുണ്ട്ര നോട്ട് ഓൾസി ബട്ട്സ് ഓൾസോ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് ആധികാരികമായിട്ട് സംസാരിച്ച്
അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. എല്ലാവരും ഈ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതനുസരിച്ച് പുറത്തോട്ട് പോകാൻ പറയും, പുറത്തോട്ട് പോകും, തിരിച്ചു വരും. അതായത് അറിയത്തില്ല, സംസ്കാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഈ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ അതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ അതല്ലേ പാർലമെൻറ്റിൽ നടക്കുന്നു. ഇന്നലെ എങ്ങാണ്ടാണ് അവിടെ ചർച്ചയോ ഔദ്യോഗികമായിട്ടൊന്ന് 4-5 ദിവസമായിട്ട് മുഴുവൻ ഇറങ്ങിപ്പോക്കായിരുന്നു. കേരള നിയമസഭയിൽ അതല്ലേ. അല്ല, വി ഡി സതീശന് ഇറങ്ങി ശക്തമായിട്ടും അവതരിപ്പിക്കാമല്ലോ ഈ മുനമ്പം വിഷയം. അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിണറായിക്ക് ചെയ്യാം, സ്ട്രോങ് ആയിട്ട് പിണറായിക്ക് ചെയ്യാം. പിണറായി മുഖ്യമന്ത്രിയാണ്. ഈ പരിപാടി നടക്കുകയില്ല. ഈ ക്ലെയിം ഇത് നീതി നിഷേധമാണ്, നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞ ഇവന്മാരൊക്കെ ചൂട്ടുപോലെ പിൻവലിക്കും. അതുകൊണ്ട് മുനമ്പം നിവാസികൾ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ സമരമൊക്കെ നിർത്തി സ്വസ്ഥമായിട്ട് നിങ്ങളുടെ പണിക്ക് പോകാമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുക. ഇനി BJP വരും രക്ഷിക്കും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. BJPക്ക് ഒന്നാമത് ഭൂരിപക്ഷമില്ല ഈ അമെൻമെൻറ്റ് പാസ്സാക്കാനായിട്ട്. ഇനി പാസ്സായെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമോ? മുൻകാല പ്രാബല്യം കിട്ടുമോ? ഈയിടെ ഹൈക്കോടതി ഒരു വിധി ഉണ്ടായിരുന്നല്ലോ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട്. മുൻകാല പ്രാബല്യം ഒരിക്കലും സിവിൽ കേസിന് കിട്ടുകയില്ല, സാധ്യതയില്ല, വളരെ വിരളമാണ്. കാരണം ഇത് കോൺഗ്രസ് ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് ഭരിച്ച സമയത്ത് അവർ ഉണ്ടാക്കിയ നിയമമാണ്. അത് പുറംവാതിൽ കൂടിയല്ല, പാർലമെൻറ്റിൽ ഔദ്യോഗികമായിട്ട് പാസ്സാക്കിയ നിയമമാണ് വഖഫ്. അപ്പോൾ അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ആ പോരായ്മകളും കൂടെ പരിഹരിച്ചുകൊണ്ട് അവർ അമെൻമെൻറ്റ് ചെയ്യും. പക്ഷേ അന്നത്തെ നിയമത്തിൽ തൊടാൻ ഇവർക്ക് അധികാരമില്ല. കാരണം ആ സമയത്ത് BJP ഭരണത്തിലില്ല. അതുകൊണ്ട് മുനമ്പം നിവാസികളെ, നിങ്ങൾക്ക് ദുരിതം ഞാൻ പറയുന്നില്ല, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സമരമൊക്കെ പിൻവലിച്ച് അവനവൻ്റെ കാര്യം നോക്കുക, ജോലിക്ക് പോവുക, സന്തോഷത്തോടുകൂടി കഴിയുക. നിങ്ങൾ സഭാമേലധ്യക്ഷന്മാരെയോ രാഷ്ട്രീയ പാർട്ടിക്കാരെയോ നരേന്ദ്രമോദിയോ ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. ഒരു BJPക്കാരൻ പോലും ഇനി അവിടെ വരുവുമില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പരാതികൾ അവരാവശ്യമില്ലാത്ത ഈ കേസിൽ തലയിടുന്നത് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തലയിട്ടിട്ട് നിങ്ങളെ കൊടിയൊഴിപ്പിക്കുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നാലും വല്ല പ്രയോജനമുണ്ടോ? വോട്ട് ചെയ്യുമോ? ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ? 610 കുടുംബം. ഒരു കുടുംബത്തിലെ 2 പേരല്ല 4 പേര് വെച്ച് കഴിഞ്ഞാൽ 6 4 24, 2300 അല്ല 2400 വോട്ടല്ലേ ഉള്ളൂ. ഈ 2400 വോട്ട് LDFനും UDFനും വേണ്ടെന്നേ. അവിടെ അല്ലാതെ ഇഷ്ടം പോലെ ക്രിസ്ത്യൻസ് ഹിന്ദുക്കളുണ്ട്. നിങ്ങളുടെ വിചാരം എന്തുവാ? നിങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള ക്രിസ്ത്യൻസ് ഹിന്ദുക്കളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ്? ഒന്നുമില്ല. രാഷ്ട്രീയക്കാർക്കറിയാം നിങ്ങളില്ലേലും ബാക്കിയുള്ള ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഈ രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. ഓക്കെ.